ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. പഞ്ചസാരയോ ശർക്കരയോ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർക്കാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കേക്കിന് മധുരത്തിന് വേണ്ടി ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഈന്തപ്പഴം എടുക്കുമ്പോൾ അധികം കട്ടിയില്ലാത്ത സോഫ്റ്റായ ഈന്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഈന്തപ്പഴത്തിൽ അഴുക്കോ പൊടിയോ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി ഒരു തവണ കഴുകിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇനിയൊരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 20 സെക്കൻഡ് നന്നായി അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ടാണിത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് എണ്ണയും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വീട്ടിൽ തന്നെ തേങ്ങ ഉണക്കി ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലധികം മണമില്ല. സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, അതിൽ മണം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 20 സെക്കൻഡ് ഹൈയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. 20 ഈന്തപ്പഴമാണ് കുരു കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു വരാൻ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ 1/4 ഗ്ലാസ് വെള്ളം ചേർത്താണ് ഈന്തപ്പഴം അരച്ചെടുത്തത്. നേരത്തെ അടിച്ചു വെച്ച മുട്ടയുടെ കൂട്ടിലോട്ട് ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 ഗ്ലാസ് റാഗി പൊടി ചേർത്ത് കൊടുക്കാം. കുവരക്, പഞ്ഞപ്പുല്ല്, മുത്താറി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലായാണ് റാഗി അറിയപ്പെടുന്നത്. റാഗി പൊടിയിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഈ ചെറുധാന്യമായ റാഗി കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കലവറയാണ്. അയൺ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്കും ഇത് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും കുറച്ച് വീതം ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇന്ന് ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പാത്രത്തിൻ്റെ സൈഡിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പറിലും എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം എയർ ബബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ചേർത്ത് കൊടുക്കാം.
സ്റ്റൗവിന് പകരം സാധാരണ 2 പഴയ പാത്രങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് പാത്രം നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. 10 മിനിറ്റ് പാത്രം ചൂടായി കഴിഞ്ഞാൽ കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് വെച്ചു. എന്നിട്ട് തുറന്ന് നോക്കിയിട്ടും കേക്ക് വെന്തിട്ടില്ല. വീണ്ടും അരമണിക്കൂർ കൂടെ കഴിഞ്ഞാണ് തുറന്ന് നോക്കിയത്. അപ്പോഴത്തേക്കും കേക്ക് വെന്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഈ പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റാം. കേക്ക് തണുക്കുന്നതിന് മുൻപ് ഇളക്കാൻ നോക്കിയാൽ മിക്കവാറും പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറിൽ കൂടുതൽ എടുത്തു കേക്ക് തണുത്ത് വരാൻ. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ് ഇതുപോലെ വിട്ടുകൊടുക്കാം. ഒട്ടും തന്നെ കേക്ക് കരിഞ്ഞു പോയിട്ടില്ല. നന്നായി വെന്തിട്ടുമുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റാഗി കേക്ക് തന്നെ നമുക്ക് കിട്ടി. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി കേക്ക് റെഡി ആയിട്ടുണ്ട്. മീഡിയം മധുരമാണ് ഇതിനുണ്ടായിരുന്നത്. 20 ഡേറ്റ്സ് ഇട്ടത് കൊണ്ടാണ് മീഡിയം മധുരം. നമ്മുടെ മധുരത്തിന് ആവശ്യമായ ഡേറ്റ്സ് നമുക്ക് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുന്ന ടൈമിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അല്പം റാഗി പൗഡറുമായിട്ട് മിക്സ് ചെയ്ത് ഈ കേക്കിൻ്റെ ബാറ്ററിൽ മൊത്തമായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ചേർത്താൽ ഇതുപോലെ കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ അകത്തെല്ലാം ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേക്ക് കഴിക്കാൻ. ഗോതമ്പ് പൊടിയോ മൈദയോ ഒന്നും ചേർക്കാതെ തന്നെ വെറും റാഗിയിൽ നമ്മൾ തയ്യാറാക്കിയ കേക്കാണിത്. എന്നിട്ടും നല്ല സോഫ്റ്റായാണ് കേക്ക് ഇരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്